ടാലന്റ് ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 29-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഉടൻ തന്നെ വരുന്ന കേരള PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളി റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളാണ് ആശാൻ ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വീഡിയോ ക്ലാസ്സുകളോടൊപ്പം അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും ടോപ്പിക് വൈസ് എക്സാംസും മോക്ക് ടെക്സ്റ്റും മോഡൽ എക്സാംസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനായി ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ഈ ഒരു സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള പേപ്പർ 2-ന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. റാങ്ക് ഫയലിന്റെ പ്രൈസ് വരുന്നത് 850 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 800 രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. അടുത്ത തന്നെ വരാൻ പോകുന്ന കേരള PSC എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC, SI മെയിൻസ്, 10th പ്ലസ് 2 ഡിഗ്രി ബാച്ചുകൾ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻ ബാച്ച്, കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് 29-ന്റെ പ്രത്യേകത എന്തെന്നാണ്. ഓഗസ്റ്റ് 29 എല്ലാ വർഷവും ദേശീയ കായിക ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഓഗസ്റ്റ് 29-ന്റെ പ്രത്യേകത എന്താണ്? നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഓഗസ്റ്റ് 29 തന്നെ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. മേജർ ധ്യാൻചന്ദിന്റെ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അപ്പോൾ ഹോക്കി ഇതിഹാസ താരമായിട്ടുള്ള മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായ ഓഗസ്റ്റ് 29 എല്ലാ ദിവസവും നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 29-ന്റെ പ്രത്യേകത എന്താണ്? ദേശീയ കായിക ദിനമാണ്. ആരുടെ ജന്മദിനമാണെന്ന് ഓർത്തു വെക്കുക. മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. ഇനി ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ഓഗസ്റ്റിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്? ഓർത്തു വെക്കാം, അജയ് സിംഗ് ആണ്. ആരാണ്? അജയ് സിംഗ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എന്തിന്റെ പ്രസിഡന്റ് ആണ്? ഏത് പോസ്റ്റിലേക്കാണ്? ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആണ്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓർത്തു വെക്കുക, അദ്ദേഹം തുടർച്ചയായി 3-ാം തവണയാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആവുന്നത്. തുടർച്ചയായി 3-ാം തവണയാണ് അജയ് സിംഗ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ 3-ാമതായി അദ്ദേഹം ഈ ഒരു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എപ്പോഴാണെന്ന് ഓർത്തു വെക്കാം. 2025 ഓഗസ്റ്റിലാണ് അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അജയ് സിംഗ് ആണ്. അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 നടന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയെന്നാണ്? ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. എന്തിന്റെയാണെന്ന് ഓർത്തു വെക്കുക. ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിന്റെ വേദിയാണ് 2025 എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ആരെന്നാണ്? ഓർത്തു വെക്കാം, ഓം ബിർളയാണ്. ആരാണ്? ഓം ബിർളയാണ് ഈ ഒരു സംഘത്തെ നയിക്കുന്നത്. ഏത് കോൺഫറൻസിന് വേണ്ടിയിട്ടാണ്? കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെയാണ് ആരാ നയിക്കുന്നത്? ഓം ബിർളയാണ് നയിക്കുന്നത്. ഇനി ഒരു കോൺഫറൻസ് നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് കൂടി ഓർത്തു വെക്കാം. ബാർബഡോസിൽ വെച്ചാണ്. എവിടെയാണ്? ബാർബഡോസിൽ വെച്ചാണ് ഈ ഒരു കോൺഫറൻസ് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫറൻസിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന ഇന്ത്യയിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ആരാണ്? ഓം ബിർളയാണ്. അടുത്തത് മറ്റൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 4ാമത് സെമികോൺ. സെമികോൺ ഇന്ത്യ 2025ന്റെ വേദിയാണ്. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. എവിടെയാണെന്ന് ഓർത്തു വെക്കുക. ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. എന്താണെന്ന് ഓർത്തു വെക്കുക. 4ാമത് എഡിഷൻ ആണ്. 4ാമത് സെമികോൺ ഇന്ത്യ 2025 ആണ്. 2025ലാണ് 4ാമത് സെമികോൺ ഇന്ത്യ നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. അടുത്തത് ഒരു സിനിമയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സിനിമയുടെ പേര്
പേരിതാണ് പാപ്പ ബുക്ക. എന്താണ്? പാപ്പ ബുക്ക എന്നുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണിത്. ഓർത്തു വെക്കാം, സിനിമയുടെ പേരെന്താണ്? പാപ്പ ബുക്ക എന്നാണ് സിനിമയുടെ പേര്. എന്താണ് പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു. 2026 ഓസ്കാർ, ഇനി വരുന്ന ഓസ്കാറിലേക്ക് എന്താ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള എന്താ എൻട്രി ആയിട്ട്, ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏത് രാജ്യത്തിന്റെ ഔദ്യോഗിക എൻട്രി ആയിട്ടാണെന്ന് ഓർത്തു വെക്കാം. പാപ്പുവ ന്യൂഗിനിയയുടെയാണ്. എന്താണ്? പാപ്പുവ ന്യൂഗിനിയ എന്നുള്ള രാജ്യത്തിന്റെ ഔദ്യോഗിക എൻട്രി ആയിട്ടാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ചിത്രത്തിന്റെ സംവിധായകൻ ആരാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഡോക്ടർ ബിജു ആണ്. ആരാണ്? ഡോക്ടർ ബിജു ആണ് ഈ ഒരു സിനിമയുടെ സംവിധായകൻ. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എന്താണ്? ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് എന്താണ്? പാപ്പ ബുക്ക എന്നുള്ള ഈ ഒരു സിനിമ. ഏത് രാജ്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പഠിക്കുക. പാപ്പുവ ന്യൂഗിനിയ എന്നുള്ള രാജ്യത്തെയാണ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്. 2026 ഓസ്കാറിലേക്ക് മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഔദ്യോഗിക എൻട്രി ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് ഈ ഒരു രാജ്യത്ത് നിന്നും എന്താണ്? പാപ്പുവ ന്യൂഗിനിയ എന്നുള്ള ഈ ഒരു രാജ്യത്ത് നിന്നും ആദ്യമായിട്ടാണ് ഒരു സിനിമ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ സിനിമ ഏതാണ്? പാപ്പ ബുക്ക എന്നുള്ള ഈ ഒരു സിനിമയാണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു സിനിമയ്ക്ക്. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സംവിധായകന്റെ ചിത്രം മറ്റൊരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ്? ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ സംവിധായകന്റെ ചിത്രം, ഇന്ത്യൻ സംവിധായകൻ സംവിധാനം ചെയ്ത ചിത്രം എന്താണ്? മറ്റൊരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് ഓസ്കാറിലേക്ക് മത്സരിക്കുന്നത്. ഏതാണ് ആ സിനിമയെന്ന് ഓർത്തു വെക്കുക. പാപ്പ ബുക്ക എന്നുള്ള സിനിമയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകൾക്കും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ്. ഓർത്തു വെക്കാം, ദക്ഷിണ കൊറിയയാണ്. ഏത് രാജ്യത്താണ്? ദക്ഷിണ കൊറിയയിലാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? സ്കൂൾ ക്ലാസ്സുകളിലാണ്. സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതും അതേപോലെ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതും എന്താണ്? അത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം വരികയാണ്. എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു? ദക്ഷിണ കൊറിയയിലാണ്. അപ്പോൾ ഈ ഒരു നിരോധനം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ കാരണം എന്തായിരിക്കും. യുവാക്കൾക്കിടയിൽ സോഷ്യൽ മീഡിയ അഡിക്ഷൻ കൂടി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നാൽ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകളും അതേപോലെ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപയോഗിക്കരുത് അതിനുള്ള നിരോധനമാണ് ദക്ഷിണ കൊറിയയിൽ വന്നിട്ടുള്ളത്. ഇനി ഒരു അഗ്നിപർവ്വതത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതാണ് ആ അഗ്നിപർവ്വതം. എന്താണ്? കിലൗയ. എന്താണ്? കിലൗയ എന്നുള്ള അഗ്നിപർവ്വതമാണ്. ഈ ഒരു അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? ഓർത്തു വെക്കുക, ഹവായിലാണ്. എവിടെയാണ്? ഹവായിലാണ്. എന്താണ്? കിലൗയ എന്നുള്ള ഈ ഒരു അഗ്നിപർവ്വതം. അവിടെ സ്ഫോടനം സംഭവിച്ചിരിക്കുകയാണ്. 100 അടി ഉയരത്തിൽ വരെ എന്താണ് ആ ഒരു ലാവാ പ്രവാഹം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹവായിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ആഗോള ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന സംഘടന ഏതെന്നാണ്. അപ്പോൾ വേൾഡ് ഫുഡ് പ്രോഗ്രാം ആണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാമും അതേപോലെ ഇന്ത്യയുമായി സഹകരിച്ച് എന്താണ് ആഗോള ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇന്ത്യയും അതേപോലെ വേൾഡ് ഫുഡ് പ്രോഗ്രാമും ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇന്ത്യയുടെ സഹായത്തോടു കൂടി ഫോർട്ടിഫൈഡ് റൈസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള കരാർ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും എന്താണ് വേൾഡ് ഫുഡ് പ്രോഗ്രാമുമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കരാറിന് വേണ്ടിയിട്ടാണ് അടുത്തിടെ ഒപ്പുവെച്ചത്? ആഗോള ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറാണ് സൈൻ ചെയ്തത്. അടുത്തത് നോക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് കരാർ അടുത്തിടെ അവസാനിപ്പിച്ചത് ആരെന്നാണ്? ഓർത്ത് വെക്കാം, ഡ്രീം 11 ആണ്. എന്താണ് ഡ്രീം 11 എന്നുള്ള ഈ ഒരു കരാർ? ഡ്രീം 11 എന്താണ്? നമ്മുടെ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമുമായിട്ടുള്ള സ്പോൺസർഷിപ്പിന്റെ കരാർ റദ്ദാക്കിയിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ് നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. ഇന്ത്യൻ സർക്കാർ ഒരു ഗെയിമിംഗ് ബില്ല് പാസ്സാക്കിയിരുന്നു. ഗെയിമിംഗ് ബില്ല് 2025 പാസ്സാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഡ്രീം 11 എന്താണ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ഈ ഒരു സ്പോൺസർഷിപ്പ് കരാർ അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഭാരതീയ അന്തരീക്ഷ നിലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പോയിന്റുകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസ് സെന്ററിന്റെ, നമ്മുടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ മോഡൽ പുറത്തിറക്കിയിരിക്കുകയാണ്. ആരാണ് പുറത്തിറക്കിയെന്ന് ഓർത്ത് വെക്കാം, ISRO ആണ്. എന്താണ് ISRO? ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ മോഡൽ പുറത്തിറക്കിയിരിക്കുകയാണ്. എന്നാണ് നിലവിൽ വരുന്നത്? 2035 കൂടി നിലവിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ നിലവിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ ആ ഒരു നിലയം എങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് എന്നുള്ളതിന്റെ മോഡൽ ISRO പുറത്തിറക്കിയിരിക്കുകയാണ്.
അടുത്ത പോയിന്റ് ഇതാണ്. 2025 ഓഗസ്റ്റിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ്. അഗ്നി 5 എന്നുള്ള മിസൈലാണ്. എന്താണ് അഗ്നി 5 എന്നുള്ള ഈ ഒരു മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. 2025 ഓഗസ്റ്റിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയത്. എവിടെ വെച്ചാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഒഡീഷയിൽ വെച്ചാണ്. എവിടെയാണ്? ഒഡീഷയിൽ വെച്ചാണ്. ഒഡീഷയിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വെച്ചിട്ടാണ് ഈ ഒരു പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ഏത് മിസൈലാണെന്ന് ഓർത്തു വെക്കുക. അഗ്നി 5 എന്നുള്ള ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണമാണ് പൂർത്തിയാക്കിയത്. സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ലോക ചാമ്പ്യൻഷിപ്പിൽ യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റർ ആരെന്നാണ്. ഓർത്തുവെക്കാം, അനിമേഷ് കുജൂർ ആണ്. ആരാണ്? അനിമേഷ് കുജൂർ ആണ്. എന്താണ് അദ്ദേഹമാണ് ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റർ ആയിട്ട് മാറിയിരിക്കുകയാണ്. 200 മീറ്റർ വിഭാഗത്തിലേക്കായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നത്. നിലവിൽ 100 മീറ്ററും അതേപോലെ 200 മീറ്റർ ദേശീയ റെക്കോർഡിന് ഉടമയാണ്. ആരാണ്? അനിമേഷ് കുജൂർ. ആ പോയിന്റുകൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റർ ആരാണ്? അത് അനിമേഷ് കുജൂർ ആണ്. 100 മീറ്ററിന്റെയും അതേപോലെ 200 മീറ്ററിന്റെയും ദേശീയ റെക്കോർഡുകളുടെ ഉടമയും കൂടിയാണ്. ആരാണ്? അനിമേഷ് കുജൂർ. ഇനി മത്സരിക്കാൻ പോകുന്നത് ഏത് വിഭാഗത്തിലേക്കായിരിക്കും? 200 മീറ്റർ വിഭാഗത്തിലേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്. 2025 ഓഗസ്റ്റിൽ IPL നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ്. രവിചന്ദ്രൻ അശ്വിൻ ആണ്. ആരാണ്? രവിചന്ദ്രൻ അശ്വിൻ. അദ്ദേഹം എന്താണ് IPL നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2025 ഓഗസ്റ്റിലാണ് അദ്ദേഹം ഈ ഒരു പ്രഖ്യാപനം നടത്തിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി 2025 IPL അദ്ദേഹം ഏത് ടീമിലായിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ചെന്നൈ സൂപ്പർ കിങ്സിലായിരുന്നു അദ്ദേഹം 2025 IPL മത്സരിച്ചിരുന്നത്, പങ്കെടുത്തിരുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, IPL നിന്നും അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? രവിചന്ദ്രൻ അശ്വിനാണ്. കേരള PSCയുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർ വുമൺ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് നാളുകൾ കൂടി അപ്ലൈ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. ഇതിനുവേണ്ടി പഠിച്ചു തുടങ്ങാത്തവർ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഈ ഒരു 3 പരീക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ടാലന്റിന്റെ ബുക്കുകൾ വാങ്ങിച്ച് ഉടൻ തന്നെ പഠിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ വഴിയോ ഈ ബുക്കുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2025 ഓഗസ്റ്റിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ്. അജയ് സിംഗ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മൂന്നാം തവണയാണ് തുടർച്ചയായി ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകുകയാണ്. ആരാണ്? അജയ് സിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2025 നടക്കുന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയെന്നാണ്. ന്യൂഡൽഹിയാണ് വേദിയായിട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് 68ാമത് കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ആരെന്നാണ്. ഓം ബിർളയാണ് ഈ ഒരു സംഘത്തെ നയിക്കുന്നത്. ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ബാർബഡോസിൽ വെച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് നാലാമത് സെമികോൺ ഇന്ത്യ 2025 വേദി എവിടെയെന്നാണ്. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. ശേഷം ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ്? പാപ്പ ബുക്ക എന്നുള്ള സിനിമ 2026 ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂഗിനിയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണിത്. സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. അദ്ദേഹം ഒരു ഇന്ത്യനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകൾക്കും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതെന്നാണ്. ദക്ഷിണ കൊറിയയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. എന്തുകൊണ്ടായിരിക്കുമെന്ന് നമുക്കറിയാം. എന്താണ്? യുവാക്കളുടെ ഈ ഒരു ഫോൺ അഡിക്ഷൻ കൂടുന്നത് കാരണമാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ സ്ഫോടനം സംഭവിച്ച കിലൗയ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്. ഹവായിലാണ് സ്ഥിതി ചെയ്യുന്നത്. 100 അടി ഉയരത്തിൽ വരെ അടുത്തിടെ ഈ ഒരു അഗ്നിപർവ്വത സ്ഫോടനത്തിൽ നിന്നും ലാവാ പ്രവാഹം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ആഗോള ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന സംഘടന ഏതെന്നാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാം ആണ് ഇന്ത്യയുമായി ഇതിനു വേണ്ടിയിട്ട് സഹകരിക്കുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് കരാർ അടുത്തിടെ അവസാനിപ്പിച്ചത് ആരെന്നാണ്. ഡ്രീം 11 ആണ്. അതിനുള്ള കാരണവും നമ്മൾ പറഞ്ഞു. ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുണ്ടായിരുന്ന ഗെയിമിംഗ് ബില്ല് 2025 ആ ഒരു നിയമം പാസ്സാക്കിയതിനെ തുടർന്നാണ് ഡ്രീം 11 ഈ ഒരു കരാർ അവസാനിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിന്റെ മോഡൽ
പുറത്തിറക്കിയത് ആരെന്നാണ്? ISRO ആണ് ഈ ഒരു മോഡൽ പുറത്തിറക്കിയത്. 2035 കൂടി അന്തരീക്ഷ, അതായത് ഭാരതീയ അന്തരീക്ഷ നിലയം എന്താണ് പൂർത്തീകരിക്കുമെന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2025 ഓഗസ്റ്റിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ ഏതെന്നാണ്? അഗ്നി 5 എന്നുള്ള മിസൈലാണ്. ഒഡീഷയിൽ നിന്നുമാണ് പരീക്ഷിച്ചത്. ശേഷം ചർച്ച ചെയ്തത് ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റർ ആരെന്നാണ്? എന്താണ്? അനിമേഷ് കുജൂർ ആണ്. അദ്ദേഹം എന്താണ് 200 മീറ്റർ ഓട്ടത്തിലേക്കാണ് ഈ ഒരു യോഗ്യത നേടിയിരിക്കുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ പേരിലാണ് 100 മീറ്റർ അതേപോലെ 200 മീറ്റർ ദേശീയ റെക്കോർഡുകളും ഉള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് 2025 ഓഗസ്റ്റിൽ IPL നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ്? രവിചന്ദ്രൻ അശ്വിനാണ്. അടുത്തിടെ IPL നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 ഫിഡെ പുരുഷ ചെസ് ലോകകപ്പിന്റെ വേദി എവിടെയെന്നാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ആരെന്നാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഔണ്ട സമരിയ പാലം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തു നിന്നായിരുന്നു ചോദ്യം? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ബീഹാറിലാണ് എന്താണ് ഔണ്ട സമരിയ പാലം സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: ഭൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തു നിന്നായിരുന്നു? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. മിസോറാമിലാണ് ഭൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.